നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാമ്പ് കടിയേറ്റുള്ള മരണം അത് ആശങ്കയായി തുടരുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ ആശങ്ക. സംസ്ഥാനത്ത് ആശങ്കയേറ്റി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ. ഇക്കഴിഞ്ഞ 5 ദിവസത്തിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് പാമ്പുകടിയേറ്റ് ജീവൻ നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ചു. അതേസമയം തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ഇന്നലെ അർദ്ധരാത്രി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് 5ാമത്തെ പാമ്പിനെ വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ കണ്ടെത്തിയത്. ഇന്നലെ മാത്രം 2 പാമ്പുകളെ വനം വകുപ്പ് പിടികൂടി. പാമ്പുകടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ ആൾജോയും സഹോദരൻ അനോഷും ഉറങ്ങിയിരുന്ന മുറിയുടെ സമീപത്തെ ശുചിമുറിയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. പ്രദേശത്ത് ദിവസങ്ങളായി വനം വകുപ്പ് പരിശോധന നടത്തി വരികയാണ്. തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വനം വകുപ്പും സർപ്പ ടീമും രാവിലെ വീട്ടിലെത്തി ശുചിമുറിയുടെ തറയും വീടിന് പുറത്തെ തറയുടെ ഭാഗങ്ങളും പൊളിച്ച് പരിശോധന നടത്തി. അപ്പോൾ നമ്മൾ അവിടെ പതുക്കെ വെള്ളം പമ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഈ പൈപ്പിൻ്റെ ചുറ്റുമുള്ള ആ വിടവുകളിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 90% ഇതുപോലെ പുറത്തുനിന്ന് ഈ ഒരു കരിങ്കൽ തറയിലേക്ക് വന്ന് മുട്ടയിട്ട പിന്നീട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ആ ഒരു വിടവിലൂടെ വീടിൻ്റെ അകത്തേക്ക് കയറിയതായിരിക്കാമെന്നുള്ളതാണ് നമ്മളുടെ നിഗമനം. വീടിനുള്ളിലെ ശുചിമുറിയുടെ ഡ്രെയിനേജിന് സമീപമുള്ള തറയ്ക്കുള്ളിൽ തന്നെ കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. തറ മുഴുവനും പൊളിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പൊളിച്ച ഭാഗം മുഴുവനും പാമ്പുകൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് സീൽ ചെയ്യും. 24 കൊച്ചി. ആലപ്പുഴ കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ആന്റിവെനം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോപണം. സെലീനയെ കടിച്ചത് പാമ്പ് തന്നെയെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ആന്റിവെനം നൽകാതിരുന്നതെന്നാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. പാമ്പുകടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ രാത്രി 7:30-ക്കാണ് ബന്ധുവീടിന് സമീപത്ത് വെച്ച് 42-കാരിയായ സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ചത് പാമ്പ് തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാഞ്ഞതോടെ ആന്റിവെനവും നൽകാനായില്ല. പാമ്പ് കടിച്ചതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഇല്ലായിരുന്നെന്നും ചികിത്സയിൽ പിഴവില്ലെന്നും ആശുപത്രി RMO ഡോക്ടർ ശ്രീപ്രസാദ്. പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി, അതായത് പാമ്പ് കടിച്ചു എന്നുള്ള രീതിക്കനുസരിച്ച് വ്യക്തമായ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻവനമേഷൻ്റെ, അതായത് ഈ പാമ്പിന്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ASV നൽകാനായിട്ട് സാധിക്കത്തില്ല. ആശുപത്രിക്കെതിരെ ആരോപണം ഉയർത്തുകയാണ് സെലീനയുടെ ബന്ധുക്കൾ. ടെസ്റ്റ് ചെയ്ത് എന്തോ കടിച്ചെന്ന് അറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന ഹോസ്പിറ്റലുകാർ പറഞ്ഞത്. അങ്ങനെ സമയശാലം താമസിച്ചു. അപ്പോഴത്തേനും ഒരു ബാത്റൂമിൽ പോയി, ബാത്റൂമിൽ മുതലൊഴിക്കാൻ പോയ ആൾ ബാത്റൂമിൽ വീണ് 10 മിനിറ്റ് കിടന്നു. എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ വയ്യാത്തൊരു ഇടുങ്ങിയ ബാത്റൂമായിരുന്നു എല്ലാവരും കൂടെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ, ആ ബാത്റൂം. അവിടുന്ന് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് മരിച്ചുപോയ ആള്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെലീനയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. താലൂക്ക് ആശുപത്രിയുടെ വാദങ്ങൾ തള്ളുന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. പാമ്പ് കടിച്ചതിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നതായാണ് കണ്ടെത്തൽ. വലതു കണങ്കാലിൽ കടിയേറ്റ പാടുകളുമുണ്ട്. ശരീരഭാഗങ്ങളിൽ കടും നീലനിറവും കണ്ടെത്തി. മരണകാരണം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകും. സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റ പ്രദേശം നാട്ടുകാർ ചേർന്ന് വൃത്തിയാക്കി. 24 ആലപ്പുഴ. പാമ്പ് ശല്യം കൂടുന്നതിനിടെ മലപ്പുറം അരീക്കോട് പാമ്പിനെ പോക്കറ്റിലിട്ട അതിഥി തൊഴിലാളിയുടെ അഭ്യാസം. പലതവണ അണലിയുടെ കടിയേറ്റ ഇയാൾക്ക് വിഷബാധ ഏറ്റിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഇതിനിടെ തൃശൂർ കുതിരാൻ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. അണലിയെ പോക്കറ്റിലിട്ട് ചായ കുടിക്കാൻ അങ്ങാടിയിൽ. അരീക്കോട് ഒതായിൽ ഇന്നലെയാണ് സംഭവം. ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അരികിലുണ്ടായിരുന്ന ഒരാൾക്ക് പാമ്പിനെ കാണിച്ചു കൊടുത്തതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ഇയാൾക്ക് പലതവണ പാമ്പ് കടിയേറ്റു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷബാധ ഏറ്റില്ലെന്നാണ് വിവരം. ഇതിനിടെ തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് പാമ്പുകളെ തുറന്നുവിടുന്നതായി പരാതി ഉയർന്നു. ഇന്നലെ നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ പാമ്പുകളെയാണ് തുറന്നുവിടുന്നത് എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ശുചിമുറിയിൽ 2.5 വയസ്സുകാരന് പാമ്പുകടിയേറ്റിരുന്നു. 24 മലപ്പുറം തൃശൂർ.
കൊടും ചൂട് സംസ്ഥാനത്ത് തുടരുകയാണ്. കനത്ത ജാഗ്രതയിലാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. 3 പേർക്ക് സംസ്ഥാനത്ത് ഇന്ന് സൂര്യാതപമേറ്റു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 27 വരെ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 28 മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് ആദ്യവാരം വേനൽ മഴ പ്രതീക്ഷിക്കാം. നിലവിൽ 41.9 ഡിഗ്രി സെൽഷ്യസാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഇന്നും കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്താനിടയില്ല. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 2 കുട്ടികൾക്ക് സൂര്യാതപമേറ്റു. 3ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്ക് കൈകൾക്കും നെഞ്ചിനും പുറംഭാഗത്തും പൊള്ളലേറ്റു. കൊണ്ടോട്ടി കരിപ്പൂർ സ്വദേശിയായ 37 വയസ്സുകാരന് വയറ്റിലാണ് സൂര്യാതപമേറ്റത്. മൂവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഉയർന്ന താപനിലയെ തുടർന്ന് കൊല്ലം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മാർഗനിർദ്ദേശം സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സൂര്യാഘാതം കുട്ടികളിൽ ഏൽക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഈ അവധിക്കാലത്ത് ക്ലാസ്സുകൾ നടത്തുന്നത് ഗുണകരമായിരിക്കില്ല. അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ ഒഴിവാവണമെന്ന് ഒന്നുകൂടെ പറയുകയാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ സ്ഥാപനങ്ങളുടെ മേധാവികളായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികകൾ രേഖപ്പെടുത്തുന്നു എന്നതും ആശങ്കയുണ്ടാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അടുത്ത 4 ദിവസത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്ത് വേനൽ കടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 44.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലാണ് റെക്കോർഡ് ചൂട് റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിൽ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഉച്ചസമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യതാപ സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുന്നവർ കുടയോ മറ്റ് പ്രതിരോധ മാർഗങ്ങളോ സ്വീകരിക്കേണ്ടതാണ്. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്തിന് 400 മീറ്റർ അകലെ നിന്നാണ് തലയും കൈയും കണ്ടെത്തിയത്. അപകടത്തിൽ കാണാതായ 4 പേരുടെ കാര്യത്തിലാണ് ഇനി അവ്യക്തതയുള്ളതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ആദ്യ രാവിലെ മുതൽ പോലീസിന്റെ സമഗ്രമായ പരിശോധനയായിരുന്നു വെടിക്കെട്ടുപുര അപകടം നടന്ന മുണ്ടത്തിക്കോട്. തെരുവുനായ്ക്കൾ ശരീരഭാഗങ്ങളുമായി ഓടുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഭവ സ്ഥലത്തെയും സമീപത്തെ പാടശേഖരങ്ങളിലെയും തിരച്ചിൽ പൂർത്തിയാക്കി തൊട്ടടുത്ത സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് കടന്നപ്പോഴാണ് കൈയും തലയും കണ്ടെത്തിയത്. മുഖം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ലഭിച്ച ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം അമിതമായ അളവിൽ വെടിമരുന്നുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ആദ്യം നമുക്ക് 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷന്റെ തല കിട്ടുകയുണ്ടായി. എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന രേഖകളും കത്തിപ്പോയിരുന്നു. സംഭവത്തിൽ 4 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇനിയും അവ്യക്തത തുടരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. 24 തൃശൂർ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനമാണ് ഇന്നും നാളെയുമായി നടക്കുക. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. തിടമ്പ്, ആലവട്ട, വെഞ്ചാമരം, മുത്തുക്കുട, നെറ്റിപ്പട്ടം. തൃശൂർ പൂരത്തിലെ പാറവേക്കാവിന്റെ ഗജവീരന്മാർക്കുള്ള ചമയങ്ങളെല്ലാം സജ്ജം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 3 ദിവസം മുമ്പ് മുണ്ടത്തിക്കോട് ഉണ്ടായ അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. നമ്മളെ വിട്ടുപോയ ആത്മാക്കളുടെ ശാന്തിക്കായി, നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥനയുടെ ശേഷം
ക്ഷേത്രം മേൽശാന്തി തിരി കൊളുത്തി ഉദ്ഘാടനം നടത്തി. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്ന് വെടിക്കെട്ടപകടങ്ങൾ ഒഴിവാക്കാനുള്ള പുതുവഴികൾ തേടുകയാണ് സർക്കാർ. വലിയ രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കി വർണ്ണത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി VN വാസവൻ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വർഷത്തെ വെടിക്കെട്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. അതേപോലെ തന്നെ അവിടുത്തെ ആഘോഷങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിൽ കുടമാറ്റാണ് രണ്ടാമത്തെ ആഘോഷം. അത് സിംബോളിക്കായിട്ട് മാത്രം 15 മിനിറ്റ് നേരം മാത്രം നടന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തുന്നതിനാൽ നാളെയാണ് ചമയ പ്രദർശനം നടത്തുക. കൊടും ചൂട് കണക്കിലെടുത്ത തൃശൂർ പൂരത്തിലെ ആനകളുടെ എഴുന്നള്ളിപ്പ് നിയന്ത്രിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. 24 കൊച്ചി. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പറന്നതിൽ കേസെടുത്ത് പോലീസ്. സംഭവം ഗൗരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചു എന്നതാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. നിലയ്ക്കലും പമ്പയും ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശവും അതീവ സുരക്ഷാ മേഖലയാണ്. മുമ്പൊരിക്കലും ഏതെങ്കിലും ഒരു സേന വ്യോമ നിരീക്ഷണം ഇവിടങ്ങളിൽ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ ശബരിമല ക്ഷേത്രത്തിന് തൊട്ടുമുകളിലൂടെ പറന്നത്. കൊടിമരത്തിനും സോപാനത്തിനും തൊട്ടടുത്തുകൂടെ വേഗത കുറച്ചായിരുന്നു ഹെലികോപ്റ്ററിന്റെ സഞ്ചാരം. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശബരിമലയുടെ ചിത്രങ്ങൾ പകർത്തിയെന്ന വിവരവും പുറത്തുവന്നു. ഹെലികോപ്റ്റർ സഞ്ചരിച്ചതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നവർ ചിത്രീകരിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ADGP S ശ്രീജിത്തിനോട് റിപ്പോർട്ട് തേടി. ഹെലികോപ്റ്റർ പറന്നത് അതീവ ഗൗരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ കടന്നുകയറി പരിഭ്രാന്തി ഉണ്ടാക്കിയെന്നാണ് FIR. ഏതെങ്കിലും നിരീക്ഷണത്തിന്റെ ഭാഗമായി ശബരിമലയ്ക്ക് മുകളിലൂടെ പറന്നതല്ല എന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെന്നും കോസ്റ്റ് ഗാർഡ് പറയുന്നു. 24 പത്തനംതിട്ട. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി രമേശ് ചെന്നിത്തല. റീലുകളും പോഡ്കാസ്റ്റുകളും പ്രചരിപ്പിച്ചാണ് അനുകൂലികൾ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുന്നത്. ചർച്ചകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാൽ ഒഴിഞ്ഞുമാറി. അതിനിടെ VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമൂഹ മാധ്യമ ഇടപെടലുകളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടിയും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് വേണ്ടിയുമുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഒട്ടൊന്ന് വൈകിയാണ് രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രീകരിച്ച ജനനായകൻ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയും കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദമാക്കുന്ന പോഡ്കാസ്റ്റുകളുമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള സമൂഹ മാധ്യമ ഇടപെടലുകൾ. ഞാനൊരു കേരള യാത്ര തുടങ്ങുകയാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള യാത്രയാണ്. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ പുരോഗതിയാണ്, വളർച്ചയാണ്, ജനങ്ങളുടെ നന്മയാണ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളോട് പ്രതികരിച്ച KC വേണുഗോപാൽ വ്യക്തിപരമായി അത്തരം ചർച്ചകളോട് യോജിപ്പില്ലെന്ന് അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോടുകൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചവർ വേണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്നും അല്ലാതെ നിർണായക ഘട്ടങ്ങളിൽ മാറുന്നവരല്ലെന്നും കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ തിരികെ എത്തിക്കാൻ ഇന്ത്യ. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിത പാത ഒരുക്കാൻ ഇറാനോട് ആവശ്യപ്പെടും. 14 ഇന്ത്യൻ കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യയുടെ 14 കപ്പലുകളാണ് ഹോർമൂസ് കടക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളെ രാജ്യത്ത് എത്തിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. സ്വന്തം കപ്പലുകൾക്ക് സുരക്ഷിത മാർഗമൊരുക്കാൻ ഇന്ത്യ വീണ്ടും ഇറാനോട് ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ് ഇന്ത്യ. ഹോർമൂസിലെ മറ്റ് വിദേശ കപ്പലുകളിലുള്ള ഇന്ത്യൻ നാവികരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയും ഇന്ത്യ ഇറാനെ അറിയിക്കും. നേരത്തെ ലൈബീരിയൻ പതാകയുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പൽ ഒമാൻ തീരത്ത് വച്ച് ഇറാൻ സൈന്യം തടഞ്ഞിരുന്നു. ഇറാൻ വെടിവെപ്പ് നടത്തിയ യൂഫോറിയ എന്ന കപ്പലിൽ 21 ഇന്ത്യൻ നാവികരായിരുന്നു ഉണ്ടായത്. മേഖലയിലെ ഇന്ത്യൻ നാവികരെല്ലാം സുരക്ഷിതർ എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചത്. ഇന്ത്യയിലേക്കുള്ളതടക്കമുള്ള ചരക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുന്നത് നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇന്ധന ആവശ്യങ്ങൾക്കായി എത്തുന്ന ക്രൂഡ് ഓയിലിന്റെയും LPGയുടെയും പ്രധാന പാതയായ ഹോർമൂസിലെ പ്രതിസന്ധി ഒരു തരത്തിൽ ഇന്ത്യക്കും തിരിച്ചടിയാണ്. 24 ഡൽഹി.
ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. IPL ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്താൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ 6 വിക്കറ്റ് തോൽവിയോടെ അവസാനമായത് RCBയുടെ ഹോം ഗ്രൗണ്ടിലെ അപരാജിത കുതിപ്പിന്. മുംബൈക്കെതിരായ 99 റൺസ് തോൽവിയാൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹാട്രിക് ജയത്തിന്റെ തിളക്കവും മാഞ്ഞു. ഡൽഹിക്കെതിരായ തോൽവി RCBയുടെ ഒരു ഓഫ് ഡേ മാത്രമാണ്. വിരാട് കോഹ്ലിയും രജത് പാട്ടീദാറും ടിം ഡേവിഡും എല്ലാം മിന്നിച്ചാൽ ചാമ്പ്യന്മാർക്ക് സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. ബാറ്റർമാരുടെ പരദീസിയായ ചിന്നസ്വാമിയിൽ 176 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ ഡൽഹി 19.5 ഓവർ വരെ കാത്തുനിന്നത് ഭുവനേശ്വർ കുമാറിന്റെയും ജോഷ് ഹേസൽവുഡിന്റെയും സ്ഥിരതയെയും കാണിക്കുന്നു. ടോപ്പ് 3 തിളങ്ങിയില്ലെങ്കിൽ ടീം തകരുമെന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബലഹീനത ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു മുംബൈക്കെതിരായ മത്സരം. ശുഭമാൻ ഗില്ലും ജോസ് ബട്ട്ലറും സായ് സുദർശനും റണ്ണടിച്ചില്ലെങ്കിൽ ഗുജറാത്ത് തകർന്നടിയും. ഫിനിഷിംഗിലെ പോരായ്മ പരിഹരിക്കാൻ വിൻഡീസ് ഓൾറൗണ്ടർ ജെയ്സൺ ഹോൾഡറെ ഇന്നെങ്കിലും പരീക്ഷിക്കുമോ എന്ന് കണ്ടറിയണം. രാജാവും യുവരാജാവും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് മത്സരം. 2023 സെഞ്ചുറിയോടെ ഇരുവരും തിളങ്ങിയതുപോലൊരു മത്സരമാണ് ആരാധകർ കൊതിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി 24. ദിക്ഷലിന്റെ കുടുംബത്തിന് 24 വീട് നിർമ്മിച്ചു നൽകും. പ്ലൈവുഡുകളും തകരവും കൊണ്ട് മറച്ച താത്കാലിക ഷെഡിലെ തറയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ദിക്ഷലിന് പാമ്പുകടിയേറ്റത്. കുഞ്ഞനുജതിക്കൊപ്പം കഴിഞ്ഞ ദിവസവും ഈ വീടിന്റെ മുറ്റത്താണ് ദിക്ഷൽ ഓടിക്കളിച്ചത്. കളിച്ചു തളർന്ന ദിക്ഷൽ മുത്തശ്ശിക്കൊപ്പം വീടെന്ന് പറയാനാകാത്ത ഷെഡിന്റെ മൺതറയിൽ കിടന്നുറങ്ങുമ്പോൾ അപകടം പാമ്പിന്റെ രൂപത്തിൽ പതിയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇവിടെ നിന്നോ കിട്ടിയ പ്ലൈവുഡുകളും തകരങ്ങളും കൊണ്ട് മറച്ച ഒരു താത്കാലിക താമസപ്പുരയാണ് അവന്റെ വീട്. കുഞ്ഞു കാറ്റ് ഒന്നാഞ്ഞു വീശിയാൽ വീടിന്റെ പ്ലൈവുഡ് ചുവരുകളും മേൽക്കൂരയും എല്ലാം തകർന്നു വീഴും. ഇവർ വളരെ ലോയലാണ്. വളരെ വെച്ചാൽ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനം. പിന്നെ അവൻ ഇപ്പോഴൊക്കെയാണ് പണിയൊക്കെ ഇതൊക്കെ ആയിട്ടൊക്കെ ഒരു ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അടകൂടി കിട്ടിയ പരിപാടിയാണ്. അപ്പോൾ അതിൽ വീട് വയ്ക്കാനായിട്ടൊക്കെ എഴുതി കൊടുത്തെന്നൊക്കെ പറയുന്ന കേട്ടില്ല. എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതുവരെ ഒന്നും ആയിട്ടില്ല. ദിക്ഷലിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഉറപ്പ് നൽകി. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഒരു വീടെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ വീട്ടിൽ വെച്ചാണ് ഈ കുട്ടിക്ക് കടിയേറ്റതും കുട്ടി മരിച്ചതും. എന്തായാലും നമ്മൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഈ കുടുംബത്തിന് എത്രയും വേഗം അടച്ചുറപ്പുള്ളൊരു വീട് നമ്മൾ ഉറപ്പുവരുത്തും. സന്തോഷമെന്ന് ദിക്ഷലിന്റെ പിതാവ് ദിലീപ്. 24 കുടുംബച്ചേട്ടൻ ഒരു വീട് വെച്ച് നൽകും. ഉടൻ തന്നെ അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. ലൈഫ് PMAY പദ്ധതിയിൽ കുടുംബത്തിന് പേരുണ്ടായിരുന്നു. ഫണ്ടുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ കരാർ എഴുതിയിട്ടും പണം നൽകാനായില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.